ഹായ്, ഫേസ്ലെസ് ആണ് ഞാൻ. ഈ കാണിക്കുന്ന ഈ ഫോട്ടോയിലെ ആള് ഇന്നലെ വരെ ഇന്ത്യ തെരഞ്ഞുകൊണ്ടിരുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലുള്ള ആള്. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാ, ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ വീടുകളിൽ ഒന്ന്, അതായത് ഒരു ഫ്ലാറ്റ്, അതിന്റെ ഒരു ഫ്ലോറിന്റെ വില തന്നെ 100 കോടിയിലധികം വരുമെന്നാണ് കണക്ക്. അത്രയും പോഷായുള്ള ഏരിയയില് അങ്ങനെ ഒരു ഫ്ലാറ്റില് അതിക്രമിച്ചു കയറിയ കള്ളൻ എന്ന പദപ്രയോഗമുള്ള CCTVയിൽ നിന്ന് ലഭിച്ച ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചത്. ഇന്ന് അയാളെ പിടിച്ചു എന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരെ എന്ന് പറയുന്നത്. ഇയാള് മുംബൈയിലെ ബാന്ദ്രയിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ. അദ്ദേഹം നോർത്തിലും സൗത്തിലും എല്ലാം ഫിലിം ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ്. അതുകൂടാതെ രാജകുടുംബാംഗമാണ്, പട്ടോടി ഫാമിലിയിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടില്, അതായത് ഫ്ളാറ്റില് അതിക്രമിച്ചു കയറി അവിടുന്ന് 1 CR ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനാൽ, കിട്ടാതെ വന്നതിനാൽ സെയ്ഫ് അലി ഖാനെയും 2 മെയ്ഡുമാരെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതാണ് കഥ. പക്ഷേ ഇതിന് പിന്നിൽ കുറെ കോൺട്രവേഴ്സികൾ. നമ്മളെല്ലാം അറിഞ്ഞ കഥ ഇതാണെങ്കിലും പല ചോദ്യങ്ങളും ഈ കഥയ്ക്ക് പിന്നിൽ ചോദിക്കേണ്ടതായി വരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആഡംബര വീട്ടില് ഈ കള്ളൻ കയറുന്നത്? അത് പോലീസിന്റെ ഭാഷ്യത്തിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ബാത്റൂമിന്റെ വെന്റ് പൊളിച്ച് അകത്ത് കയറി എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും വില കൂടിയ ഒരു ഫ്ളാറ്റില് ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും സേഫ്റ്റിയും ഉള്ള ഏരിയ തന്നെയുള്ള ആ സ്ഥലത്ത് ഒരു കള്ളൻ വെന്റ് പൊളിച്ച് അകത്ത് കയറുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോ ആ ഫ്ളാറ്റിന്റെ സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കേണ്ടിയിരിക്കും. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, ഈ ഫ്ളാറ്റിന്റെ പുറകിലുള്ള മതില് ചാടി ഇയാൾ അകത്ത് വരികയും ഫയർ എക്സിറ്റിന്റെ അവിടെയുള്ള സെക്യൂരിറ്റികളുടെ കണ്ണുവെട്ടിക്കാൻ മാത്രമൊന്നുമില്ല, ആകെപ്പാടെ 3 സെക്യൂരിറ്റിയാണ് ആ മൊത്തം ബിൽഡിങ്ങിലുള്ളത്. അപ്പം സെക്യൂരിറ്റിയുടെയോ അല്ലെങ്കിൽ CCTVയുടെയോ കണ്ണുവെട്ടിച്ച് അയാൾ ഫയർ എക്സിറ്റ് വഴി അകത്തേക്ക് പോകും. പുറകിലുള്ള ഫയർ എക്സിറ്റ് വഴി. ഈ ഫയർ എക്സിറ്റിലൂടെ അയാൾ സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് വളരെ കൂളായി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ CCTVയിലൂടെ അവൈലബിൾ ആണ്. ആ ടൈമില് അയാൾ ഒരു തുണി വെച്ച് തന്റെ കണ്ണൊഴിച്ച് മുഖവും താടിയും മൂടിയിരുന്നു. അതിനുശേഷം അയാൾ നടന്ന് മുകളിലേക്ക് പോകുന്നു. മുകളിൽ ചെന്ന് 1 മുതൽ 12 നിലകളുള്ള ഒരു ഫ്ളാറ്റില് 9ാമത്തെ നില മുതൽ 12ാമത്തെ നില വരെയാണ് സെയ്ഫ് അലി ഖാൻ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഫ്ലോറുകളിൽ ഒന്നും കേറാതെ കറക്റ്റ് 11ാമത്തെ നിലയിലെത്തി ഇയാള് അവിടുത്തെ ബാത്റൂമിന്റെ വെന്റ് വഴി, ഇത് നമ്മുടെ ചെറിയ ഫ്ളാറ്റുകളിലൊക്കെ കാണുന്ന ചെറിയ വെന്റ് അല്ല, ഇത് വലിയ മോളുകളിലൊക്കെ കാണുന്ന പോലത്തെ വലിയ ബാത്റൂം വെന്റാണ്. ഇത് പൊളിച്ച് ഇയാൾ അകത്ത് കയറുകയാണ്. ഈ ബാത്റൂം വെന്റ് പൊളിക്കുമ്പോഴുള്ള സൗണ്ട് ഒന്നും പുറത്തു പോയില്ലേ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ ഇയാള് വലിയ മാരകായുധങ്ങളോ അല്ലെങ്കിൽ ഇത് പൊളിക്കാനുള്ള സാധനങ്ങളോ ഒക്കെ ആയിട്ട് വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല.